നമസ്കാരം. തൃശൂർ പൂരം വിവാദമാക്കി തീർത്ത കോൺഗ്രസിന് ഇനി അല്പം വിശ്രമിക്കാം. പൂരവും തെരഞ്ഞെടുപ്പും എല്ലാം നല്ലോണം കൂട്ടിക്കുഴച്ച് കൂട്ടത്തിൽ സുരേഷ് ഗോപിയും സർക്കാരിനെയും ചേർത്ത് നല്ല കലക്കൽ വിവാദം നടത്തി. സർക്കാരിന് പ്രതിപക്ഷം പൂരം കലക്കൽ എന്ന ഓമന പേര് ചാർത്തി കൊടുക്കുകയും ചെയ്തു. ഇനി പ്രതിപക്ഷത്തിന് പൂരത്തിലെ പുതിയ വിവാദങ്ങൾ കണ്ടുപിടിക്കാം. കാരണം പഴയ വിവാദത്തിൽ സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ADGP MR അജിത് കുമാർ തൃശൂർ പൂര വിവാദത്തിൽ DGP ഷേഖ് ദർവേസ് സാഹിബിന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ട് ചൊവ്വാഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് 4 പരാതികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ചിരുന്നു. ഇത് പിന്നീട് DGPക്ക് കൈമാറി. പരാതിയിന്മേൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ADGP MR അജിത് കുമാറിന് DGP നിർദ്ദേശം നൽകുകയായിരുന്നു. ഈ റിപ്പോർട്ടാണ് ഇന്ന് DGPക്ക് കൈമാറിയത്. പൂരം കലക്കലിൽ ബാഹ്യമായ ഇടപെടൽ ഇല്ലെന്ന് ബോധപൂർവമായ ഗൂഢാലോചനയോ അട്ടിമറിയോ ഇല്ലെന്നും സിറ്റി പോലീസ് കമ്മീഷണറെ മാത്രം കുറ്റപ്പെടുത്തിയുമാണ് റിപ്പോർട്ട്. പൂരം ഏകോപനത്തിൽ കമ്മീഷണർ അങ്കിത് അശോകന് വീഴ്ച പറ്റിയെന്നും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അനുനയിപ്പിക്കുന്നതിലും വീഴ്ചയുണ്ടായി, പരിചയക്കുറവാണ് വീഴ്ചയായതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സംഭവം നടന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു ആദ്യം നൽകിയിരുന്ന നിർദ്ദേശം. എന്നാൽ വിവാദങ്ങൾക്കൊടുവിൽ നീണ്ട 5 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ സീൽ വെച്ച കവറിൽ 600 പേജുള്ള റിപ്പോർട്ട് DGPക്ക് മെസ്സഞ്ചർ വഴി സമർപ്പിക്കുകയായിരുന്നു. എന്നാൽ DGP ഓഫീസിൽ ഇല്ലാത്തതിനാൽ റിപ്പോർട്ട് പരിശോധിക്കാനായില്ല. റിപ്പോർട്ടിൽ അന്വേഷണ വിവരങ്ങളും മൊഴികളും ഉൾപ്പെടുന്നുണ്ട്. MR അജിത് കുമാർ തൃശൂരിലുള്ളപ്പോഴായിരുന്നു പൂരം അലങ്കോലപ്പെടുന്നത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുവാനുള്ള കാരണം ചൂണ്ടിക്കാട്ടി തൃശൂർ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനെ സ്ഥലം മാറ്റി. അതിനിടെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നില്ലെന്ന വിവരാവകാശ മറുപടിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരുന്നു. പോലീസ് ആസ്ഥാനത്തെ സേഫ്റ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും NRI സെൽഫ് DYSPയുമായിരുന്ന MS സന്തോഷിനെതിരെ ആയിരുന്നു നടപടി. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ എന്നായിരുന്നു വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യം. അതിൽ അന്വേഷണം നടക്കുന്നില്ല എന്നായിരുന്നു മറുപടി.